ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് അവർ ചാനൽ. ഇന്നെന്താ പുതിയൊരു വീഡിയോ ആയിട്ട്? അല്ല, ഇത് മുമ്പേ ഷൂട്ട് ചെയ്ത വീഡിയോ ആണേ. ഞാൻ മുമ്പേ ഒരു വീഡിയോ ഷോർട്സ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നേ. അതിൽ എൻ്റെ മക്കളുടെ സ്കൂൾ വരെ പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നെന്ന് പറഞ്ഞില്ലായിരുന്നോ? ആ വീഡിയോ ആണ് ഇത്. അങ്ങനെ എൻ്റെ മക്കളുടെ സ്കൂള് ഇങ്ങനെ റോഡിന് ഉള്ളിലോട്ട് ഇതുപോലെ. ഇതിൻ്റെ അകത്തൊരു കൊച്ചു ഗ്രാമമുണ്ട്. നല്ല വെയിലുണ്ടെന്ന്. ഇതിന് മുമ്പേ മഴയായിരുന്നു, ഈ വീഡിയോന് ശേഷവും മഴയായിരുന്നു. അങ്ങനെ ഈ വീഡിയോ എടുക്കുമ്പോൾ നല്ല വെയിലായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ സ്കൂളിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇതിൻ്റെ അകത്തൊരു കൊച്ചു ഗ്രാമമുണ്ട്. സ്കൂൾ ബസ്സുകളും പിന്നെ ഓട്ടോ, ബൈക്കുകളൊക്കെ വരത്തുള്ളൂ ഈ റോഡിൽ വലിയ വണ്ടികൾ, അതായത് നമുക്ക് എവിടെയെങ്കിലും പോകണമെങ്കിൽ പോകുന്ന ബസ്സുകൾ, അങ്ങനെയുള്ള ബസ്സുകളൊന്നും വരത്തില്ല കേട്ടോ. അതിന് മെയിൻ റോഡിലോട്ട് വരണം. പിന്നെ ഇതിൻ്റെ അകത്തോട്ടൊരു കൊച്ചു ഗ്രാമമുണ്ട്. പിന്നെ സ്കൂളിൽ വന്നു. ഇത് സ്കൂളിൽ പിള്ളേരുടെ പാർക്കാണേ. അങ്ങനെ സ്കൂളിൽ പോയി ആവശ്യമൊക്കെ കഴിഞ്ഞ് തിരിച്ച് വന്നുകൊണ്ടിരിക്കുക. നല്ല വെയിലുണ്ട്. ചുറ്റും കൃഷി സ്ഥലങ്ങളാണ് ഇവിടെ അധികവും. ഇത് മാന്തോട്ടം. പിന്നെ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും, തെങ്ങിൻ തോട്ടം. ഇതിൻ്റെ ഇടയിലൊക്കെ കൃഷികളൊക്കെ ചെയ്യും. ഉഴുന്ന് കൃഷി ചെയ്യും. പിന്നെ നിലക്കടല, ഈ കപ്പലണ്ടി, അത് കൃഷി ചെയ്യും. അങ്ങനെ ഇപ്പോൾ ഒന്നും അതിനകത്ത് കൃഷി ചെയ്തിട്ടില്ല, ചുമ്മാ നിൽക്കുക. മഴയൊക്കെ നിന്നതിന് ശേഷം ചിലപ്പം കൃഷി ചെയ്യുമായിരിക്കും. അങ്ങനെ ഞങ്ങൾ മെയിൻ റോഡിൽ ഇറങ്ങി പോയിക്കൊണ്ടിരിക്കുക. തമിഴ്നാട്ടിൽ അധികവും, നിങ്ങൾ തമിഴ്നാട്ടിൽ വന്നവരാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും, അധികവും റോഡ് സൈഡിൽ കാണുന്ന മരങ്ങളിലൊന്നായിരിക്കും വേപ്പ്. നല്ല വേപ്പിൻ്റെ തണലിലൂടെ ഇങ്ങനെ പോകുമ്പോൾ നല്ലതാണ്. നല്ല കാറ്റും നല്ല ശ്വസിക്കാൻ പറ്റുന്ന നല്ല വായുവാണ് ഈ വേപ്പിൻ്റെ തണലിലൂടെ ഇങ്ങനെ പോകുമ്പോൾ. അങ്ങനെ ഞങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഞങ്ങൾ ഒരു സ്ഥലത്തിപ്പോൾ വന്നെത്തിരിക്കുന്ന ആ സ്ഥലം അധികവും മൺപാത്രങ്ങളൊക്കെ ചെയ്യുന്ന സ്ഥലമാണ് ഇത്. അധികവും എല്ലാവരുടെ വീടുകളുടെയും മുമ്പിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരിക്കും മൺഭരണികളും മൺപാത്രങ്ങളും ഒക്കെ. അങ്ങനെ ഇതൊരു ഇറക്കത്തിൽ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ കാണുന്ന ഗുഡൗൺ എന്തുവാന്ന് വെച്ചാൽ, ഇത് അവിടെ ആ ഏരിയയിലുള്ള എല്ലാ റേഷൻ കടകളുടെയും സാധനങ്ങളും മൊത്തമായിട്ട് ഇവിടെ വരുന്നത്. അങ്ങനെ ഞങ്ങൾ ചന്ത അടുക്കാറായി. ചന്തയിലോട്ട് എത്തി. പൂക്കടകളൊക്കെ കണ്ടോ? പൂക്കൾ. ഇതാണ് ചന്ത റോഡ്. ഇവിടെ ഇങ്ങനെ ഇത് ആദ്യം ഓട്ടോ സ്റ്റാൻഡ്, പിന്നെ അങ്ങോട്ട് അകത്തോട്ട് കയറുമ്പം ഇങ്ങനെ രണ്ട് സൈഡുകളിലും, റോഡ് സൈഡുകളിലും മലക്കറികളും പച്ചക്കറികളും സ്നാക്സുകളും ഫ്രൂട്ട്സുകളും പിന്നെ ഓരോ തൈകളും ഒക്കെ വെച്ചിട്ടുണ്ടായിരിക്കും. പിന്നെ മീൻകടയ്ക്ക് വന്ന് മീൻകടയിലോട്ട് എല്ലാവിധ മീനുകളും ഉണ്ട്. അതൊക്കെ ഓരോന്നായിട്ട് നോക്കി പിന്നെ വാങ്ങിച്ച്, എന്നിട്ട് പിന്നെ മലക്കറികളൊക്കെ വാങ്ങിക്കാനായിട്ട് ഇങ്ങോട്ട് വന്ന്. ഇതുണ്ടോ കൊച്ചു കപ്പക്കിഴങ്ങ്. പിന്നെ ഇവിടുന്ന് ഉള്ളിയും സവാളയും തക്കാളിയും ഒക്കെ വാങ്ങിച്ചത്. ഇത് ഉണക്കമീൻ കട. നമുക്ക് ആവശ്യത്തിന് അവർ വെട്ടിത്തരും, എത്ര വേണോ ഏത് വേണോ അങ്ങനെ. ഇത് പിന്നെ വെട്ടി വച്ചിരുന്നതിൽ നിന്ന് വാങ്ങിച്ചതാണ്. അത് നല്ലതാണെന്ന് നോക്കി ചോദിച്ചപ്പം അവർ കാണിച്ചതാണ്. ഈ പ്ലേറ്റിലൊക്കെ വെച്ചിരിക്കുന്നത് എന്തുവാന്ന് വെച്ചാൽ, ഏതെടുത്താലും 20 രൂപ അങ്ങനെ വെച്ചിരിക്കുന്നത്. അങ്ങനെ പിന്നെ ഇഞ്ചി വാങ്ങിക്കാൻ ഇവിടെ വന്ന്, പിന്നെ കത്തിരിക്ക വാങ്ങിക്കാൻ ഇവിടെ വന്ന്, ഈ തേങ്ങ എല്ലാ സാധനങ്ങളും ഇങ്ങനെ തനിത്തനിയായിട്ട് എടുത്ത് വെച്ചേക്കും. 50 രൂപ. പിന്നെ തേങ്ങകളൊക്കെ 50 100 ആണേ. മറ്റേതൊക്കെ മലക്കറികൾ 10 രൂപ 20 രൂപ. ആ കാണിച്ചത് കളർ വറ്റലാണ്. പിന്നെ അങ്ങനെ ഈ ഇതിനകത്തിരിക്കുന്ന ഇത് 40 രൂപ, ഇത് 50 രൂപയുടെ തേങ്ങയാണ് അപ്പുറത്തിരിക്കുന്നത്. പിന്നെ അതുണ്ടോ എല്ലാ മലക്കറികളും ഉണ്ട്. മുരിങ്ങച്ചീരയുണ്ട്, പിന്നെ ലെമണുണ്ട്. അങ്ങനെ ഇത് പിന്നെ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും, തേങ്ങ തിരുവുന്നത് പിച്ചാത്തികളെല്ലാം ഇവിടെ ഇഷ്ടംപോലെ. ഇന്ന് ചന്തയെ കണ്ടത് എന്തുവാന്ന് വെച്ചാൽ, കൊച്ചുള്ളിയാണ്. എന്ന് വെച്ചാൽ ആ കൊച്ചുള്ളിയുടെ സീസണായിരുന്നപ്പോൾ ഒരുപാട് കൊച്ചുള്ളികൾ അപ്പോൾ എടുത്ത സമയമായിരുന്നു. അതുകൊണ്ട് ഒരുപാട് കണ്ടത് കൊച്ചുള്ളികളാണ്. അങ്ങനെ പിന്നെ വെയിൽ കാരണം ഞങ്ങൾ എല്ലാ സാധനങ്ങളും വാങ്ങിച്ച് തിരിച്ച് വരാൻ പോകുമ്പം ഒരു സർബത്ത് കടയിൽ എന്നാൽ സർബത്ത് കുടിക്കാമെന്ന് കയറിയതാണ്. അങ്ങനെ സർബത്ത് ഇടുന്നുണ്ട് ആ ചേട്ടൻ. നന്നാരി ഒഴിച്ച് പിന്നെ ഞങ്ങൾക്ക് സോഡ മതിയെന്ന് പറഞ്ഞ്, വെള്ളം ഒഴിക്കേണ്ട സോഡ മതിയെന്ന് പറഞ്ഞ്, അങ്ങനെ സോഡായും ഒക്കെ ഒഴിച്ച് അതുമൊക്കെ കുടിച്ച് പിന്നെ ഞങ്ങളങ്ങ് വീട്ടിലോട്ട് പോയി. എൻ്റെ
ഈ ചാനൽ നിങ്ങൾ ഷെയർ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. പിന്നെ ഇതുപോലുള്ള വീഡിയോകൾ വേണേൽ കമൻറ്റ് ചെയ്യണം. അങ്ങനെ നന്നാരി കുടിച്ചിട്ട് വീട്ടിലേക്ക് പോയി. താങ്ക്